ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റായ കുടയോളം ഭൂമി. ഇതിലെ 3ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഡാലി അമ്മൂമ്മയുടെ പുഴ. പേജ് നമ്പർ 80. ഡാലി അമ്മൂമ്മയും പുഴയും തമ്മിലുള്ള ഒരു കഥയാണല്ലേ. പുഴ നമ്മോട് എന്തോ പറയുന്നുണ്ട്, കേട്ടാലോ. ഡാലി അമ്മൂമ്മയുടെ പുഴ. നീ മര്യാദയ്ക്ക് പോയിക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഒന്ന് ഉയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. എന്നാ ഇത് വെച്ചോ. പോകും വഴി മരണാസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലി അമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ. അയ്യോ പാവം. അമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി. തണുത്തു വിറയ്ക്കുന്നുണ്ട്. നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. അവൻ ദയനീയമായി ഡാലി അമ്മൂമ്മയെ നോക്കി. ചുരുണ്ടു കിടന്ന അവൻ്റെ പൂവ് പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി. ഊടന്നു പോയാ പിന്നെ വല്ല വങ്കിലും കയറിയിരുന്ന് എലീനെങ്ങാനും പിടിച്ചു തിന്നും കൊണ്ട് അടങ്ങിക്കിടന്നോളണം കേട്ടോ. കിള്ളിയാർ കാവിൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. തടവി തടവി കൈ തളർന്നപ്പോൾ ഡാലി അമ്മൂമ്മ പറഞ്ഞു, എനിക്ക് ഉറക്കം വരണ്, നീ എവിടേലും പോ. ഡാലി അമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സു വന്നില്ല. ചുറ്റി പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് പറ്റി അവനും ഉറങ്ങി. പാവം തള്ളയില്ല പിള്ള. ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ 100 മീറ്ററെങ്കിലും അകലെയായിരുന്നു. പിച്ച വെച്ച് നടന്നു തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം. പൊന്മുടിക്കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി. സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു. ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു. അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി. പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ. മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത്. പുഴ നടന്നു മുറ്റത്തേക്കു വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി. പോകാൻ കൂട്ടാക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻ വില നൽകിയും നാടുകടത്തി. ഒടുവിൽ ഡാലി അമ്മൂമ്മ മാത്രമായി. ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു. ക്രമേണ നിലാരംബരായ 2 വൃദ്ധ വിധവകളെപ്പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവച്ചു. എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു. കിളവി, വയസ്സാം കാലത്ത് ഇവിടെ കിടന്ന് തണുത്തു വിറച്ച് ചാവാതെ നടുവങ്ങാട്ടെ മോളെ വീട്ടിൽ പോയി താമസിക്കിൻ. അവന്മാരോട് ഡാലി മറുപടി ഒന്നും പറഞ്ഞില്ല. 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യും. പുഴ എങ്ങനെ പെരുമാറുമെന്നറിഞ്ഞുകൂടാ. പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്തു കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേയിലവെള്ളം ഇടട്ടെ മോനെ. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഡാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് പുഴയും ഞാനും കൂടെ സംസാരിച്ച് തീരുമാനിച്ചയാണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുത്താൽ ചിലപ്പോൾ ശിക്ഷ ഇളവ് ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്ന്. പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ്. അതിങ്ങനെ പല നാടുകൾ ചുറ്റണയല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാര് പിള്ളാരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചുടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവല മീൻ കിട്ടും. പിടിച്ച് ചമ്പാവരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം. തടി പാലം പോലെ വരും. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ്. ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്. വളരെ നിസ്സാരമായ ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. മുറ്റത്തെ കല്ലടുപ്പിൽ ചൂടാക്കിയ തേയിലവെള്ളം പിഞ്ഞാണക്കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു. അയാൾ കുടിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡാലി അമ്മൂമ്മ ഇവിടുന്ന് താമസം മാറ്റണം. ചായ കൊള്ളാമോടാ കൊച്ചേ? നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യവുമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടെ അതിൻ്റെ അകത്ത് താമസിക്കുമോ? അമ്മൂമ്മ എടുത്തടിച്ചതുപോലെ ചോദിച്ചു. കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു. ഡാലി അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്നു പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ടബും ഉണ്ടാക്കി തരാം. വരണം. വരൂല. വയസ്സായ നിന്റെ ഒടപ്പിറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ പോകുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. എതിർക്കാനുള്ള ശരീരബലമൊന്നും ഡാലി അമ്മൂമ്മയ്ക്കില്ലായിരുന്നു.
അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവം പിടിച്ച് വള്ളത്തിൽ കയറ്റിക്കൊണ്ടുപോയി. ആറിന് നടുക്കെത്തിയപ്പോൾ അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു. ഡാലി അമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. 13-ാം നിലയിലെ കിള്ളി എന്നു പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളി നീക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടിയിറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, ഡാലി, ഡാലി. തകർത്താടിയ മഴയിൽ ഭ്രാന്തു പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലി അമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്തു വന്ന് മുട്ടിവിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്തു ഒറ്റ ചാട്ടം ചാടി. പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താടി താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ? എന്തു പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി. ഡാലി അമ്മൂമ്മ പുഴക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. വി ഷീനിലാലാണ് എഴുതിയിട്ടുള്ളത്. നരോദ പാഠ്യങ്ങളിൽ നിന്നുള്ള ബസ് ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. കഥയറിഞ്ഞ്. കഥ മൗനമായി വായിക്കൂ. തുടർന്ന് ഭാവം ഉൾക്കൊണ്ട് ഉറക്കെ വായിച്ച് അവതരിപ്പിക്കുമല്ലോ. അപ്പം നിങ്ങളത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അടുത്ത ചോദ്യം, കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ. കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? ഡാലി അമ്മൂമ്മ, പുഴ, കലക്ടർ, വനിതാ പോലീസുകാർ, പെരുമ്പാമ്പിൻ്റെ കുഞ്ഞ്. അടുത്തത് അവരുടെ പ്രത്യേകതകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൂ. കഥാപാത്രങ്ങളെ പട്ടികപ്പെടുത്താം. നോട്ട് ബുക്കിൽ ക്രമമായി എഴുതൂ. അപ്പോൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താം. ഈ സന്ദർഭങ്ങൾക്ക് കഥയിലുള്ള പ്രാധാന്യം ചർച്ച ചെയ്യൂ. ഒന്നാമത് എന്താ തന്നിട്ടുള്ളത്? പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയവ്. ഇവിടെ പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയ അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമാണ്. അടുത്തത് കലക്ടറുടെ വരവ്. ആരുമില്ലാത്ത തുരുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഡാലി അമ്മൂമ്മയുടെ രക്ഷയ്ക്കെത്തിയതാണ് കലക്ടർ. ഇനി നമുക്ക് ഏതൊക്കെ സന്ദർഭങ്ങൾ എഴുതാം? വനിതാ പോലീസുകാരുടെ ബലപ്രയോഗം. എങ്ങനെയാണ്? പുഴയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ തുരുത്തിൽ താമസിക്കുന്ന ഡാലി അമ്മൂമ്മയെ അടുത്ത മഴക്കാലത്തിന് മുമ്പ് രക്ഷപ്പെടുത്താനുള്ള ഇടപെടലാണ്. വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഇവിടെ ഡാലി അമ്മൂമ്മയെ കാണാതായപ്പോൾ പുഴയ്ക്ക് വരുന്ന വിഷമമാണ് മനസ്സിലാകുന്നത്. അതായത് ഡാലി അമ്മൂമ്മയും പുഴയും തമ്മിലുള്ള ആത്മബന്ധമാണ് കാണുന്നത്. അടുത്തത്, മരണാസന്നനായ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലി അമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ട് കൊടുത്തു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മരിക്കാറായ പാമ്പിൻ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പുഴ മുത്തശ്ശിയെ ഏൽപ്പിക്കുന്നതാണ്. അടുത്തത്, മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത്. അതായത് മണൽ വാരിയത് കൊണ്ടാണ് ഡാലി അമ്മൂമ്മയും പുഴയും ഇത്രയും അടുത്തെത്തിയതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാലി അമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. വനിതാ പോലീസുകാർ നിർബന്ധപൂർവം ഡാലി അമ്മൂമ്മയെ കൊണ്ടുപോയപ്പോൾ അവസാന തുണയും നഷ്ടപ്പെട്ട പുഴയുടെ അപാരമായ നിലവിളി കേട്ടാണ് ഡാലി അമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയത്. അടുത്ത ചോദ്യം, വാക്കെടുക്കാം, വരിയൊരുക്കാം. താഴെ 2 കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടൂ. ഒന്നാമത്തെ കോളത്തിൽ എന്തൊക്കെയാണ്? പുഴ, നടന്നു, പാമ്പ്, ചാടി, കുടിച്ചു, അമ്മൂമ്മ, മീൻ, ഇരുന്നു. രണ്ടാമത്തതിലോ? കറുത്ത, വലിയ, പെട്ടെന്ന്, മെല്ലെ, നിറഞ്ഞ, ചെറിയ, ഭംഗിയുള്ള, വേഗത്തിൽ. 2 കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ച് ചെറുവാക്യങ്ങൾ നിർമ്മിക്കുക. ഉദാഹരണത്തിന് എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഞാൻ വേഗത്തിൽ നടന്നു. ഒന്നാമത്തെ കളത്തിൽ നിന്ന് നടന്നു എന്നും രണ്ടാമത്തെ കളത്തിൽ വേഗത്തിൽ, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താണ് ഞാൻ വേഗത്തിൽ നടന്നു എന്ന വാക്കുണ്ടാക്കിയത്. അതുപോലെ നമുക്ക് ഓരോ വാക്കുകളും വെച്ച് ഉണ്ടാക്കലേ. ചെറിയ പാമ്പായിരുന്നു, ഇന്ന് വലിയ മീൻ കിട്ടി, അവിടെ ഞാൻ മെല്ലെ ഇരുന്നു, ആ ഭാഗത്ത് ഭംഗിയുള്ള ഒരു പുഴയുണ്ട്, ഞാൻ വലിയ ഗ്ലാസ് വെള്ളം കുടിച്ചു, അമ്മൂമ്മ പെട്ടെന്ന് പോയി, അവൻ മെല്ലെ ഇരുന്നു, പുഴ നിറഞ്ഞതായി കണ്ടു. ഇതുപോലെ മക്കൾക്ക് കിട്ടുന്ന ഒരുപാട് വാക്കുകൾ അല്ലേ, ഒരുപാട് വാക്യങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അടുത്തത് ഭാവത്തിനൊത്തു പറയാം. കഥയിലെ വിവിധ സന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ഭാവം ഉൾക്കൊണ്ട് സംഘമായി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇവിടെ സംഭാഷണ രൂപത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, മക്കളത് ഭാവം ഉൾക്കൊണ്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കണം കേട്ടോ.
ഒന്നാമത് മക്കൾക്ക് ഇത് അവതരിപ്പിക്കാം. പുഴ, നീ മര്യാദയ്ക്ക് പോയിക്കോ. മുത്തശ്ശി, ഇല്ലടി, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. പുഴ ദേഷ്യത്തോടെ ചാടി. ഇത് വെച്ചോ, ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞ്. അമ്മൂമ്മ, അയ്യോ പാവം, നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? പാമ്പ് അവൻ ദയനീയമായി ഡാലി അമ്മൂമ്മയെ നോക്കി. അമ്മൂമ്മ, എനിക്ക് ഉറക്കം വരുന്നു, നീ എവിടെയെങ്കിലും പോ. പാമ്പ് അമ്മൂമ്മയെ ചുറ്റി പിണഞ്ഞു കിടക്കുന്നു. ഇനി രണ്ടാമത്തേതായിട്ട് നമുക്ക് എഴുതാം. കലക്ടർ, ഞാനാണ് ഇവിടുത്തെ ജില്ലാ കലക്ടർ. അമ്മൂമ്മ, തേയില വെള്ളം ഇടട്ടെ മോനെ. കലക്ടർ, ഡാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? അമ്മൂമ്മ, ഓ, അത് ഞാനും പുഴയും കൂടെ സംസാരിച്ച് തീരുമാനിച്ചയാണ്. കലക്ടർ, അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അമ്മൂമ്മ, എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ. കലക്ടർ, ആരുമില്ലാത്ത തുരുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ്. അമ്മൂമ്മ, വളരെ നിസ്സാരമായ ഒരു നോട്ടം. അമ്മൂമ്മ ചായ കൊടുക്കുന്നു. കലക്ടർ, ഡാലി അമ്മൂമ്മ ഇവിടുന്ന് താമസം മാറ്റണം. അമ്മൂമ്മ, ചായ കൊള്ളാമോടാ കൊച്ചേ? കലക്ടർ, നഗരത്തിൽ എല്ലാ സൗകര്യവുമുള്ള ഫ്ലാറ്റിൽ താമസിപ്പിക്കാം. അമ്മൂമ്മ, ഈ പുഴയും കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമോ? കലക്ടർ ഒരു നിമിഷം ചിന്തിക്കുന്നു. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ടബ് ഉണ്ടാക്കിത്തരാം. അമ്മൂമ്മ, വരൂല. കലക്ടർ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. ഇനി മൂന്നാമതൊന്നും കൂടെ നമുക്ക് ഈ പാഠഭാഗത്തിലുണ്ട്. ആദ്യം, അമ്മൂമ്മ, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? പുഴ, നിന്നെ തേടി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അമ്മൂമ്മ, എന്നെ അവർ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്. പുഴ, നിനക്ക് താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ? അമ്മൂമ്മ, അവരെന്നെ ഇവിടെയാണ് കൊണ്ടാക്കിയത്. പുഴ, ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അമ്മൂമ്മ, നീ നമ്മുടെ പാമ്പിൻ കുഞ്ഞിനെ കണ്ടിരുന്നോ? പുഴ, നിന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ഒരിക്കൽ കണ്ടിരുന്നു. അമ്മൂമ്മ, എനിക്ക് ഇവിടെ ശ്വാസം മുട്ടി. ഇനി നീ എന്നെയും കൂടെ കൊണ്ടുപോ. പുഴ, വാ നമുക്ക് പോകാം. ഇതെല്ലാം മക്കൾ ഭാവം ഉൾക്കൊണ്ട് സംഘമായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക കേട്ടോ. അടുത്തത് ഹൃദയപൂർവ്വം പറഞ്ഞത്. ഡാലി അമ്മൂമ്മയെയും കിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ? അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും? ആ സംഭാഷണം എഴുതി നോക്കൂ. ഇതിൻ്റെ ഒരു മോഡൽ തന്നെയാണല്ലേ നമ്മൾ കഴിഞ്ഞ സംഭാഷണം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അമ്മൂമ്മ, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? പുഴ, ഞാൻ നിന്നെ തിരയാത്ത സ്ഥലങ്ങളില്ല. അമ്മൂമ്മ, നീ വരുന്നുണ്ടോ എന്ന് ജനാലിലൂടെ ഞാൻ നോക്കും. പുഴ, നീ ഇങ്ങനെ മുകളിൽ പോയിരുന്നാൽ കണ്ടുപിടിക്കാൻ പറ്റണ്ടേ? അമ്മൂമ്മ, അവരെന്നെ ഇവിടെയാണ് കൊണ്ടാക്കിയത്. പുഴ, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഭ്രാന്ത് പിടിച്ചൊഴുകി. അമ്മൂമ്മ, നമ്മുടെ തുരുത്തിൽ എന്ത് രസമായിരുന്നു. പുഴ, അതെ, നീ പോയതിൽ പിന്നെ എനിക്ക് കലി ഇളകി. അമ്മൂമ്മ, നീ നമ്മുടെ പാമ്പിൻ കുഞ്ഞിനെ കണ്ടിരുന്നോ? പുഴ, നിന്നെ തിരഞ്ഞു നടക്കുന്ന സമയത്ത് അവനും എൻ്റെ കൂടെ കൂടിയിരുന്നു. അമ്മൂമ്മ, എന്നിട്ട് അവനെവിടെ? പുഴ, നിന്നെ തിരയുന്നതിനിടയിൽ എവിടെയോ കാണാതായി. അമ്മൂമ്മ, ഈ മനുഷ്യർ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്? പുഴ, ആർക്കറിയാം, ഏതായാലും നമുക്ക് പോകാം. ഇനി ഇതിലേക്ക് മക്കൾക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതാട്ടോ. അടുത്തത് മൊഴിയഴക്. നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിക്കൂ. ഇതുപോലുള്ള പ്രയോഗങ്ങളും പ്രാദേശിക പദങ്ങളും കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. ഇവിടെ നോക്കാതെയും പാക്കാതെയും എന്നാണല്ലേ അടിവരയിട്ട വാക്ക്. അതെന്താ വെച്ചാൽ നോക്കാതെയും പാക്കാതെയും എന്ന് പറഞ്ഞാൽ നോക്കാതെ ശ്രദ്ധിക്കാതെ ഇറങ്ങി നടന്നോളും എന്നാണ് കേട്ടോ. അതുപോലെ പാഠഭാഗത്തുള്ള മറ്റു പ്രയോഗങ്ങളാണ്. നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? ഊടന്നു പോയാൽ പിന്നെ വല്ല വങ്കിലും കയറിയിരുന്ന്. പാവം തള്ളയില്ല പിള്ള. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ. തേയില വെള്ളം ഇടട്ടെ. നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ. ഇതുപോലെ മക്കൾ കൂടുതൽ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക കേട്ടോ. അടുത്തത് ഭൂമിക്കായി. ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശമുയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയിൽ ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ, മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കൂ. സന്ദേശവാക്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഭൂമിയെ രക്ഷിക്കാൻ ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കൂ എന്നെഴുതാം. പിന്നെ പരിസ്ഥിതിക്ക് താളം തെറ്റുമ്പോൾ പിഴയ്ക്കുന്നത് നമ്മുടെ സുരക്ഷയാണ്. ആവാസ വ്യവസ്ഥയ്ക്ക് നേരെ വാള ഓങ്ങരുതേ. പരിസ്ഥിതി പാഠങ്ങൾ ജീവൻ്റെ പാഠങ്ങളാണ്. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ജീവിത ധർമ്മമാണ് എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് വാക്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അടുത്തത് ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിൻ്റെ എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നെ കുറിച്ച ഗീതം. ഇത് ONV കുറിപ്പിൻ്റെ വരികളാണ് കേട്ടോ. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് ഇത്രയും പ്രവർത്തനങ്ങളാണുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മക്കൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.